NSSുമായുള്ള കൂടിക്കാഴ്ച സൗഹൃദ സന്ദർശനങ്ങളെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. NSSുമായുള്ള സൗഹൃദം ബലപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അവരെല്ലാം നമുക്കറിയാലോ, അവരെല്ലാം ചങ്ങനാശ്ശേരിക്കാരാണ്, കോട്ടയംകാരാണ്, വളരെ സൗഹൃദം അവരെല്ലാമായിട്ടുള്ളവരാണ്. ആ ഒരു സൗഹൃദം ഒന്നുകൂടി ബലപ്പെടുത്തുന്ന സൗഹൃദ സന്ദർശനങ്ങളാണ്. KR സാജു വിവരണമായി ചേരുന്നു. സാജു, അതായത് അനുനയ നീക്കം അനൗപചാരികമാണെന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറയുമ്പോഴും അല്പം മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത പ്രകാരം അതായത് കോൺഗ്രസും NSS തമ്മിലുള്ള നടന്നു വരാറുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഉണ്ടാവുന്നില്ല എന്നൊരു പരാതി സുകുമാരൻ നായർ തിരുവഞ്ചൂരിന് മുമ്പിൽ വെച്ചു എന്നാണ്. അത് യഥാർത്ഥത്തിൽ ഒരു മഞ്ഞുരുക്കത്തിന്റെ സൂചനയാണോ? NSS നേതൃത്വത്തെ അനുനയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് അനൌദ്യോഗികമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അജിംസ്, ഇതിനകത്ത് നമ്മൾ പ്രതിപക്ഷ നേതാവിൻ്റെതടക്കമുള്ള വാക്കുകൾ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു ഔദ്യോഗികമായ നീക്കമല്ല എന്ന നിലയ്ക്ക് അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. വ്യക്തിപരമായ കൂടിക്കാഴ്ചകളാണ്. അതേസമയം NSSനെയോ SNDPയോ ഒന്നും കാണുന്നതിൽ ആരെയും വിലക്കിയിട്ടില്ല, ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല എന്ന ധ്വനി കൂടിയുണ്ട്. അതായത് ഇതൊന്നും ഔദ്യോഗികമായ കോൺഗ്രസ് നേതൃത്വം മുൻകൈയെടുത്ത് നടത്തുന്ന ചർച്ചകളായി അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവോ KPCC അധ്യക്ഷനോ എന്നും ആഗ്രഹിക്കുന്നില്ല. അതേസമയം NSSുമായി കോൺഗ്രസിന്റെ സൗഹൃദമുണ്ട്. ആ സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്ന സന്ദേശം NSSന് കൂടി നൽകുകയാണ്. നേരത്തെ സുകുമാരൻ നായർ തന്നെ ചില മാധ്യമങ്ങളോട് സംസാരിക്കെ ബന്ധം നഷ്ടപ്പെടുത്തിയത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ചകൾ നടത്താറില്ല, അവർ അത്തരത്തിലുള്ള മുൻകൈകൾ എടുക്കാറില്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. അതിനൊരു മഞ്ഞുരുക്കമുണ്ടാക്കിയാണ് ഈ സൗഹൃദ സന്ദർശനങ്ങളിലൂടെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യം AICCയുടെ പ്രവർത്തക സമിതി അംഗം കൂടിയായ കൊടിക്കുന്നിൽ സുരേഷ് MP കാണുന്നു, മുതിർന്ന നേതാവായ PJ കുര്യൻ കാണുന്നു, മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സുകുമാരൻ നായരെ നേരിട്ട് കാണുന്നു. എന്താണ് സുകുമാരൻ നായർക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത് എന്ന് അനൌദ്യോഗികമായ സംഭാഷണങ്ങളിലൂടെ കോൺഗ്രസ് നേതാക്കൾ കേൾക്കുകയാണ്. അതിനുശേഷം ഉചിതമായ സമയത്ത് ഇടപെടാം, നേതൃത്വം എന്ന നിലയിൽ ഔദ്യോഗികമായ കൂടിക്കാഴ്ചകളിലേക്ക് പോകാം എന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഈ ഘട്ടത്തിൽ ഉള്ളത്. അതുവരേക്കും ആദ്യം ഒരു മഞ്ഞുരുക്കം വേണം. അല്ലെങ്കിൽ ഇപ്പോൾ തിരുവഞ്ചൂരിനോട് നീരസം പ്രകടിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ KPCC അധ്യക്ഷനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവുമൊക്കെ കൂടിക്കാഴ്ചയ്ക്ക് ചെല്ലുമ്പോൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകും. ആദ്യം ഒരു മഞ്ഞുരുക്കം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് കോൺഗ്രസിൽ നിന്നും വേണ്ടത്ര പരിഗണന പ്രതിപക്ഷത്തായ കോൺഗ്രസിൽ നിന്നും കിട്ടിയില്ല എന്ന ഒരു വിലയിരുത്തൽ സുകുമാരൻ നായർക്കുണ്ട്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന സമീപനം. അതേസമയം ഓടി പെരുന്നയിലേക്ക് പ്രധാനപ്പെട്ട നേതൃത്വം തന്നെ ചെന്നു കഴിഞ്ഞാൽ സാമുദായിക സംഘടനകൾക്ക് കീഴടങ്ങി എന്ന നിലയ്ക്കുള്ള അല്ലെങ്കിൽ സാമുദായിക സംഘടനകളുടെ ഭീഷണിക്ക് മുന്നിൽ വകവെച്ചു കൊടുത്തു എന്ന വിമർശനങ്ങൾ ഉയരുമെന്നും കൂടി കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷ നേതൃത്വവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അജിംസ്. ശരി സാജു.